ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് 24/6/2024 പ്രസിദ്ധീകരിക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തേർഡും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ നൽകാം. admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റിലാണ് വരുന്നത്. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടൈമാണ്, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അത് ജനറൽ SCBC വിഭാഗത്തിന് 1850 രൂപയും SC/ST വിഭാഗത്തിന് 930 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ഇനി ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല. പെർമനൻ്റ് ആയിട്ട് എല്ലാവരും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ച ഏത് കോളേജാണോ ആ ഒരു കോളേജിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് അല്ല തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ, മറ്റൊരു കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വന്ന കോളേജ് ക്യാൻസലായി പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരുന്ന ആ സെയിം കോളേജ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് തന്നെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് കോളേജാണോ ലഭിച്ചത് ആ കോളേജിൽ പോയി നിങ്ങൾ ഫീസ് മുഴുവനും അടച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി ഇതുവരെയായിട്ടും ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജ് ആയിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സെയിം കോളേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ല കിട്ടിയത്, അപ്പോൾ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ല കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജാണ്, അവിടെ എങ്ങനെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കും, അല്ലെങ്കിൽ അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമാണോ എന്നൊക്കെയുള്ള പല കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഫീസ് മുഴുവനും അടച്ച് നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ വരെ നോട്ടിഫിക്കേഷൻ പ്രകാരം കേരള യൂണിവേഴ്സിറ്റിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ എല്ലാ വിഭാഗക്കാർക്കും അവിടെ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു എന്ന് കരുതി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് പറ്റും. കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു, എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇനി ഈ വർഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാം. അപ്പം അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുൻപേ ആയിട്ട് നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരും. ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാം, ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് സാധിക്കും. അപ്പം ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പം ഓൾറെഡി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരാണെങ്കിലും അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്തായവരാണെങ്കിലും ഇതുവരെയായിട്ടും ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു എഡിറ്റ് ഓപ്ഷനാണ് അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുൻപേ ആയിട്ടുള്ള എഡിറ്റ് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നവർക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നവരുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ സേഫ് ആയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കോളേജ് അവിടെ സേഫ് ആയിരിക്കും, അത് നഷ്ടപ്പെടില്ല. ഇപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ എല്ലാം കൊടുത്തു, ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് വേറെ കോളേജ് ഒന്നും കിട്ടിയില്ല എങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത കോളേജിൽ തന്നെ നിങ്ങൾക്ക് തുടരാം. അതേസമയം നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ കോളേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അഡ്മിഷൻ എങ്ങും കിട്ടിയില്ല എന്നായിപ്പോൾ. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാം. അതിപ്പോൾ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കോളേജിലേക്ക് മാറാൻ സാധിക്കും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അലോട്ട്മെൻറ്റ് അവിടെ നഷ്ടപ്പെടരുതെന്നാണെങ്കിൽ നിങ്ങളവിടെ പെർമനൻ്റ് ആയിട്ട് തന്നെ എടുക്കുക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് വൈസ് ആണ് വരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെയാണ്. അതിന് മുന്നേ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ അലോട്ട്മെന്റ് വൈസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ആ ഒരു കമ്മ്യൂണിറ്റി കോഡ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വരും. അത് വരുമ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം
ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് ഏതാണ്, കോളേജ് ഏതാണ്, ഓപ്ഷൻ എത്രാമത്തെയാണ്, നിങ്ങളുടെ കാറ്റഗറി, അതുപോലെ നിങ്ങൾ ഏത് ഡേറ്റിലാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതെന്നൊക്കെ. നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം കോളേജ് ജോയിനിങ് പറയുന്നത് 25/6 മുതൽ 28/6 വരെയാണ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് ആ ഒരു കോളേജിലെ പ്രിൻസിപ്പലിനെ കോൺടാക്ട് ചെയ്ത് വിവരം അറിയിക്കണം. കാരണം പറയുന്ന ഡേറ്റിനുള്ളിൽ നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ അവിടെ ക്യാൻസലായി പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എത്ര ഫീസാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് അപാർ ID വേണം. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യാത്തവർ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ കിട്ടട്ടെ. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്